എരുവപ്പെട്ടി തയ്യൂർ വേലൂർ പോസ്റ്റ് ഓഫീസ് റോഡിന്റെ പുനർനിർമ്മാണത്തിൽ അപാകതയും ക്രമക്കേടുമെന്ന് പരാതി. യാതൊരു തകരാറുമില്ലാതെ കിടന്നിരുന്ന റോഡ് റീടാറിംഗ് നടത്തിയത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണെന്ന ആരോപണവുമായി പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ജനപ്രതിനിധികൾ രംഗത്ത് വന്നു. 3.5 കോടി രൂപ ഉപയോഗിച്ച് ചെയ്ത റോഡിന്റെ റീടാറിംഗ് നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പ്രഹസനമാണെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ജനപ്രതിനിധികളുടെ ആരോപണം. നല്ല രീതിയിൽ കിടന്നിരുന്ന റോഡിന് മുകളിലാണ് റീടാറിംഗ് നടത്തിയത്. BMBC നിലവാരത്തിലാണെന്ന് പറഞ്ഞ് നടത്തിയ റോഡിലെ ചില ഭാഗങ്ങളിൽ മെറ്റൽ ഇളകി പോകുന്ന അവസ്ഥയാണ്. വേണ്ട അളവിൽ ടാറും അനുബന്ധ സാമഗ്രികളും ചേർത്തിട്ടില്ല എന്നും വ്യാപക ക്രമക്കേടും അഴിമതിയുമാണ് നടത്തിയതെന്നും MLAയും CPMും ഇതിന് മറുപടി പറയണമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സ്വപ്ന രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു. ഒരു കല്ല് ഒന്ന് കാലോണ്ട് തോണ്ടി കഴിഞ്ഞാൽ പോലും കല്ലുകൾ ഇളകി പോകുന്ന അവസ്ഥയിലാണ് ഈ റോഡൊക്കെ നിൽക്കുന്നത്. ഇവിടെ സൈഡിലൊക്കെ നോക്കി ഒരു 2 വീലർ സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ആ സ്റ്റാൻഡ് അപ്പോൾ അത് ഇളകി പോകുന്ന അവസ്ഥയിൽ ഇത്രയും ഒരു മോശമായിട്ടുള്ള ഒരു ടാറിങ് ചെയ്യേണ്ട ആവശ്യം ഈ റോഡില്ല. ഒരു കുഴി പോലും ഇല്ലാത്ത റോഡ്, 5 വർഷം പൂർത്തീകരിക്കാത്ത ഈ റോഡ് എന്തിനാണ് വീണ്ടും ടാർ ചെയ്തതെന്നുള്ളത് MLA ജനങ്ങളോട് പറയണം. ഇലക്ഷൻ ആയപ്പോൾ ഇലക്ഷൻ പ്രവർത്തനത്തിനുള്ള ഫണ്ട് കിട്ടാനുള്ള കമ്മീഷന് വേണ്ടിയിട്ടാണോ എന്നുകൂടി ഞങ്ങളൊക്കെ സംശയിക്കേണ്ട അവസ്ഥയിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡ് കൃത്യമായി പുനർനിർമ്മിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവുമായി രംഗത്തിറങ്ങുമെന്നും കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറി വേലുക്കുട്ടി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിതീഷ് ചന്ദ്രൻ, പഞ്ചായത്ത് മെമ്പർമാരായ അൻസാർ, കിഷോർ ബാബു, കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ജയചന്ദ്രൻ എന്നിവരും റോഡ് സന്ദർശിച്ചു.